ഹായ് ഹലോ നമസ്കാരം. ഞാൻ അമൽ. എല്ലാവർക്കും മല്ലൂസിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സൗണ്ടിൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. മൊത്തത്തിൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാം. സൗണ്ട് മൊത്തത്തിൽ എല്ലാം നമ്മൾ ഓക്കെ ആക്കിയിട്ടുണ്ട്, നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം. പിന്നെ ഇനി എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിൽ നിങ്ങൾ പറയണം. നിങ്ങൾ പറയുന്നതിനനുസരിച്ചിട്ടാണ് നമ്മളിതെല്ലാം വ്യത്യാസം വരുത്തിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ 2-3 വീഡിയോസിനകത്ത് സൗണ്ടിൻ്റെ പ്രശ്നം കണ്ടിട്ട് നമുക്ക് മൈക്കിൻ്റെ പ്രശ്നമായിരുന്നു മെയിനായിട്ട് അതിൽ വന്നിട്ടുണ്ടായിരുന്നത്. മൈക്ക് നമുക്കിപ്പോൾ കൊറോണയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം നമുക്കത് ഉടനെ മൈക്ക് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ നമുക്കൊരാൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട് മൈക്ക്. അപ്പോൾ നമ്മുടെ മൈക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് അടുത്ത് ഇതിൻ്റെ പുറകിൽ വരാൻ പോകുന്നത്. മൈക്ക് വന്ന ബോക്സ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പം ഓക്കെ, ഇതാണ് നമ്മുടെ മൈക്ക് വന്ന ബോക്സ്. ഇത് വെബ്സൈറ്റ് നിങ്ങൾക്ക് ഇത് എഴുതിയേക്കുന്നത് കാണാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞുകൊണ്ട് അത് അൺബോക്സിങ് വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. imstudent.com എന്ന് പറയുന്നൊരു വെബ്സൈറ്റാണ്, സ്റ്റുഡൻറ്റ് സൈറ്റാണ്. സ്റ്റുഡൻസിന് പ്രോഡക്റ്റുകൾ വാങ്ങാൻ വേണ്ടിയിട്ടും പ്രൊഫഷണൽസിന് പ്രോഡക്റ്റുകൾ വാങ്ങാൻ വേണ്ടിയിട്ടുമാണ് ആ സൈറ്റ് അവർ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. നല്ല യൂസർ ഫ്രണ്ട്ലി ആണ്, പിന്നെ നല്ല സപ്പോർട്ടാണ് അവരുടെ ഭാഗത്തുനിന്ന്, കസ്റ്റമർ സപ്പോർട്ട്. ഇപ്പോൾ കൊറോണ ആയിട്ട് കുറച്ച് ഡിലേ ഉണ്ട് വരാൻ വേണ്ടിയിട്ട്, അതാണ് നമ്മൾ വീഡിയോ ഇടാതിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ് വീഡിയോയിലോട്ട് പോകാം. അതിന് മുൻപേ നമുക്ക് വേറൊരു സാധനം കൂടെ കാണിച്ചു തരാനുണ്ട്. അതിനെടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇതും സ്പോൺസർ ചെയ്തതാണ്. മറ്റേതിൻ്റെ കൂടെ തന്നെ കിട്ടിയത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ വീഡിയോസ് നമ്മൾ പുറത്ത് പോയി എടുക്കുന്ന വീഡിയോസാണ് എടുക്കാറുള്ളത്. നമുക്ക് അന്നേരം വേറെ ഒറ്റയ്ക്കായിരിക്കും മിക്കവാറും പോകുന്നത് കൂടുതലും. അപ്പോൾ അതിന് വേണ്ടി സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ട്രൈപോഡ്. ഫ്ലെക്സിബിളാണ്, ഫുള്ള് ഫ്ലെക്സിബിളാണ്. നിങ്ങൾക്ക് കാണാം, ഫുള്ള് ഫ്ലെക്സിബിളാണ്. അതുകൊണ്ട് തന്നെ വേറെ ആളുടെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് കൂടെ ആരും ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഷൂട്ട് ചെയ്യാം. എവിടെയെങ്കിലും മരത്തിൻ്റെ മുമ്പിൽ എവിടെയെങ്കിലും ജസ്റ്റ് ഇത് മുറുക്കി അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഫോൺ വെച്ചിട്ട് സെൽഫി ഇതുപോലെ വ്ലോഗ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് കിട്ടുക. അത് മറ്റേതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടിയതാണ്, ഒരാൾ തന്നെയാണ് സ്പോൺസർ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അൺബോക്സിങ് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മൈക്കിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്ക് വന്നിരിക്കുന്ന ബോക്സ്. പാക്കേജിങ് നല്ല സ്ട്രോങ് പാക്കേജിങ് ആണ്, നല്ല സ്ട്രോങ് ആണ്, കുഴപ്പമൊന്നുമില്ല, സേഫായിട്ടായിരിക്കും. പിന്നെ നമ്മുടെ മൈക്ക് നമ്മൾ മേടിച്ചത് imstudent.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നാണ്. ഇന്ത്യസ് നമ്പർ 1 സ്റ്റുഡൻസ് DL സൈറ്റ് എന്നാണ് അവർ പറയുന്നത്. ഈ സൈറ്റിൽ ഞാൻ കണ്ടൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുവിധം എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സാണ് ഉള്ളത്. പിന്നെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അവർ നല്ല രീതിയിലാണ് കസ്റ്റമർ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം ഡെലിവറിയുടെ കാര്യത്തിലായാലും അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും സപ്പോർട്ടിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ടെങ്കിലും എല്ലാം നല്ല രീതിയിലാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ജെന്യുയിൻ പ്രോഡക്റ്റ്സാണ് അവരുടെ കയ്യിലുള്ളത്. ഫുള്ള് നല്ല പക്ക ജെന്യുയിൻ പ്രോഡക്റ്റ്സാണ്. നമ്മുടെ ഈ ചെറിയ ചെറിയ പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ മൈക്ക്, ലേപ്പൽ മൈക്ക്, അതുപോലത്തെ ചെറിയ ചെറിയ വ്ളോഗിങ് ടൈപ്പ് ഐറ്റംസ് എല്ലാം, അതിനൊക്കെ കൂടുതലും കോപ്പി പ്രോഡക്റ്റ്സ് ഇറങ്ങാറുണ്ട്. നമ്മൾ ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇതുപോലത്തെ സൈറ്റിൽ നിന്നൊക്കെ വാങ്ങിയാൽ അതിനെ കോപ്പി ചെയ്യണം. അപ്പോൾ ഇതിൽ നിന്നാണെങ്കിൽ ഒറിജിനൽ പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് അന്നേരം ഇതൊന്ന് അൺബോക്സ് ചെയ്താലോ. ചെറിയ കത്രികയൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് വലുത് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്ത് നോക്കാം. ഓക്കെ, ഫ്രണ്ടിലെ സ്റ്റിക്കറൊന്നും ഡാമേജ് ചെയ്യാതെ തന്നെ എടുത്തു പോകാം. നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാക്കിംഗ് ആണ് കേട്ടോ. imstudent കയറും, കുഴപ്പമില്ല. സൈഡിൽ നിന്ന് തട്ടി.
സേഫ്റ്റിക്ക് വേണ്ടി വെച്ചേക്കുന്നതാണ്. എയർ നിറച്ച കുറച്ച് പേപ്പറുകൾ, കവറുകൾ, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം മൈക്ക്, പിന്നെ കുറച്ച് പേപ്പർ വർക്കുകൾ. ഇത് നമ്മുടെ ഇൻവോയ്സാണ്. പിന്നുള്ളത് ഓക്കെ, അവരുടെ പുതിയൊരു സ്കീമുണ്ട്, റെൻ്റൽ എന്ന് പറയുന്നൊരു സ്കീമുണ്ട്. സംഭവം എന്ന് വെച്ചാൽ നമുക്ക് അതിനകത്തുനിന്ന് നമുക്ക് ആവശ്യമുള്ള ക്യാമറാസ്, ആക്ഷൻ ക്യാമറാസ്, മിറർലെസ് ക്യാമറാസ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് തന്നെ ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കാം. ഇതെല്ലാം അവർ റെൻ്റൽ ഓപ്ഷനിലും കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു ദിവസം ഇത്ര രൂപ വെച്ചിട്ട് റെൻ്റായിട്ടും നമുക്ക് എടുക്കാം. അപ്പം നല്ല രീതിയിലൊരു യൂട്യൂബേഴ്സിന് പെട്ടെന്നൊരു ദിവസം നല്ല രീതിയിലൊരു വീഡിയോ ചെയ്യണം, നല്ല ക്വാളിറ്റിയിൽ. അതിനും ഒരു മിറർലെസ് ക്യാമറയൊക്കെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് അവരുടെ സൈറ്റിൽ നിന്ന് ഈ ഓപ്ഷൻ ചൂസ് ചെയ്ത് എടുക്കാം. എന്നിട്ട് റിട്ടേണും ചെയ്ത് കൊടുത്താൽ മതി. അവർ അയച്ചും തരും, നമുക്ക് റിട്ടേൺ ചെയ്യും. പക്ഷേ അടുത്തുള്ളവർക്കാണ് കൂടുതലും നല്ലത്. പിന്നെ നമ്മുടെ മെയിൻ മൈക്ക്, ലാവലർ മൈക്ക്. പിന്നെ മൈക്ക് ഇത് കമ്പനിയുടെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അത് നമുക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ കാണാം. ഓക്കെ, പിന്നെ ഹെവി അൺബോക്സിങ് വീഡിയോ ഒന്നുമല്ല, ചെറിയ രീതിയിലുള്ള ഒരു അൺബോക്സിങ് വീഡിയോ. അങ്ങനെ മാറ്റാം, ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റാം, ബോക്സ് മാറ്റാം. പിന്നെ അവർ ഇത് വിട്ടിരുന്നുണ്ട്. പ്രൊമോഷൻ കൊടുക്കുന്നതൊന്നുമല്ല, അത്രയും നമ്മളായിട്ടുമില്ല. പിന്നെ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. വലിയ വലിയ യൂട്യൂബേഴ്സാണ് അവരുടെ മെയിൻ ആൾക്കാർ. നമുക്ക് നമ്മുടെ അൺബോക്സ്. ഓക്കെ, നല്ലൊരു പാക്കിങ്ങിലാണ്, നല്ലൊരു പ്രീമിയം പാക്കിങ്ങാണ്. അതെന്ന് വെച്ചാൽ ഒരു പ്രീമിയം ലെവലർ മൈക്കും കൂടാണ്. അതുകൊണ്ട് നല്ലൊരു പ്രീമിയം പാക്കിങ്ങിലാണ് വന്നേക്കുന്നത്. എന്ന് വെച്ചാൽ മിർഫാക് ഓഡിയോ എന്ന് പറയുന്ന മൈക്കാണ്, മിർഫാക്കിൻ്റെ മൈക്കാണത്. ഇതിനകത്ത് ഇപ്പോൾ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് വായിച്ചു നോക്കാം. ജസ്റ്റ് ഫോക്കസ് ആവുന്നുണ്ടോ? ഫോക്കസ് ഇഷ്യൂ ഉണ്ട്. ഓക്കെ, നമുക്ക് ഫോണുമായിട്ടും ക്യാമറയായിട്ടും കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റുഡിയോ ക്വാളിറ്റി ഓഡിയോ അവർ പറയുന്നുണ്ട്, പ്രോമിസ് ചെയ്യുന്നുണ്ട്, കിട്ടുമെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറയാം. പിന്നെ ഓട്ടോമാറ്റിക് നോയ്സ് റിഡക്ഷനും അവർ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എക്സ്ട്രാ വരുന്ന നോയ്സുകളെല്ലാം അതിനകത്തോട്ട് ക്യാപ്ചർ ചെയ്യത്തില്ല എന്നാണ് അവർ പറയുന്നത്. പിന്നെ 6 മീറ്ററിൻ്റെ കേബിളാണുള്ളത്. ഞാൻ ഇതിനു മുമ്പ് നോക്കിയിരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബോയ എന്ന് പറയുന്ന കമ്പനിയുടെ മൈക്കാണ് നോക്കിയിരുന്നത്. ഒരുവിധം എല്ലാ യൂട്യൂബേഴ്സും ആ മൈക്കാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിപ്പോൾ ഒരു 3-4 വർഷം ആയ മൈക്കായതുകൊണ്ട് തന്നെ പുതിയ മോഡൽസ് അതിന് വന്നിട്ടുമില്ല. ഇത് മിർഫാക്ക് എന്ന് പറയുന്നൊരു 8 മാസം ആയിട്ടേ ഉള്ളൂ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത്. ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്, കുറേ യൂട്യൂബേഴ്സ് ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. MIRFAK MC1 ഇത് അവരുടെ ബേസിക് പ്രോഡക്റ്റാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് അവർക്കൊരു വയർലെസ് മൈക്കും ഉണ്ട്. അതിൻ്റെ എല്ലാ റിവ്യൂസ് നിങ്ങൾക്ക് ഓൺലൈനിൽ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ യൂട്യൂബിനകത്ത് കിടപ്പുണ്ട്. ഒരു 6-7 മാസം മുമ്പാണ് ഒഫീഷ്യലായിട്ട് ലോഞ്ച് ആയിട്ടുള്ളത്. പിന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. നമ്മുടെ സ്വന്തം മൈക്ക് അൺബോക്സ് ചെയ്യുന്നതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ്. പക്ഷെ നശിപ്പിക്കാതെ എടുക്കാൻ നോക്കാം. അൺബോക്സ് ചെയ്യണം. പ്രീമിയം ആണെന്ന് ഞാൻ പറഞ്ഞതിന് മാറ്റമൊന്നുമില്ല. ഒരു പ്രീമിയം മൈക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കണ്ടില്ലേ, ആണ് ഇത് കേസിംഗ് ആണ്, കവറാണ് ഇതിൻ്റെ. ഇത്ര സേഫായിട്ട് സെക്യൂറായിട്ട് ഇരിക്കും. ഡെലിവറിയിൽ എന്തെങ്കിലും തട്ടുമുട്ടുമൊക്കെ വന്നാലും അങ്ങനെ വിഷയമൊന്നുമില്ല. പിന്നെ പേപ്പർ വർക്കുകൾ, മിർഫാക്കിൻ്റെ മാനുവൽ എങ്ങനെ കണക്ട് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ കണക്ട് ചെയ്യാം. പിന്നെ ഉണ്ട് വാറണ്ടി കറയാണ്.
കോഡാന്ന് തോന്നുന്നു. ഓക്കെ, അതെല്ലാം മാറ്റി വയ്ക്കാം. MIRFAK ലാവലിയർ മൈക്രോഫോൺ, പേപ്പർ വർക്ക്സ്, അതെവിടെ ഇരിക്കട്ടെ, അതെല്ലാം മാറ്റാം. ഓക്കെ, ബാക്കി ഇനി അൺബോക്സ് ചെയ്യാനുള്ളത് നമ്മുടെ പ്രോഡക്റ്റാണ്. പ്രോഡക്റ്റ് ഞാനും എക്സൈറ്റഡ് ആണ്. ഞാനും എൻ്റെ ഫസ്റ്റ് ടൈമാണ്. ഞാൻ ഇതിനു മുമ്പ് ബോയ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നല്ല പ്രീമിയം പാക്കിംഗ് ആണ് എന്ന് ഞാൻ പിന്നെ എടുത്ത് പറയുന്നു. ഓക്കെ, ആക്സസറീസ് കിറ്റ്, പിന്നെ ഇത് ടൈ ചെയ്ത് വെക്കുന്നൊരു ബാൻഡും ഉണ്ട്. പിന്നെ ആക്സസറീസ് എന്ന് വെച്ചാൽ ഇത് എക്സ്ട്രാ വരുന്നൊരു അഡാപ്റ്റർ, പിന്നെ നമ്മുടെ കോളറിൽ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പ് ക്ലിപ്പ്. ഓക്കെ, അത് വിട്ടിരിക്കട്ടെ. പിന്നെ ബാറ്ററി, പിന്നെ ക്യാമറ ഉപയോഗിക്കണമെങ്കിൽ ക്യാമറയ്ക്കകത്ത് കണക്ട് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ബാറ്ററിയുടെ ആവശ്യമുണ്ട്. LR44 എന്ന് പറയുന്നൊരു ബാറ്ററിയാണ്. പിന്നെ കവർ, നമ്മുടെ മൈക്കിൻ്റെ കവർ. ഇനി നമുക്ക് നമ്മുടെ മൈക്ക് എടുത്ത് നോക്കാം. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, മെറ്റലാണ് സാധനം. ആണ് നമ്മുടെ മൈക്ക്. ശരിക്കും നല്ല ഫീൽ കിട്ടുന്നുണ്ട്. പ്രീമിയം എന്ന് എപ്പോഴും പറയുന്നത് കൊണ്ട് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി പ്രീമിയം ആയിരിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. ചെക്ക് ചെയ്ത് നോക്കാം. കുറേ റിവ്യൂസൊക്കെ കണ്ടിട്ട് എടുത്തത് കൊള്ളാം. എല്ലാ റിവ്യൂസിനകത്തും അടിപൊളി അഭിപ്രായമാണ്. പിന്നെ നമ്മുടെ കവർ ഇട്ട് നോക്കാം. അതിനുശേഷം ഇത് നമുക്ക് ഊരിയിട്ട് ഇതിനകത്താണ് നമ്മുടെ ബാറ്ററി ഇടുന്നത്. ക്യാമറ കണക്ട് ചെയ്യുമ്പോൾ മാത്രമേ ബാറ്ററിയുടെ ആവശ്യം വരുന്നുള്ളൂ. പിന്നെ ഇതിനകത്ത് നമ്മുടെ ക്യാമറയിലും ഫോണിനകത്തോട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനുണ്ട്. ഫോക്കസ് ചെയ്യാൻ പറ്റുമെന്നുകൂടെ. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും കാണാമല്ലേ? അതെ, ക്യാമറ ഫോൺ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അത് ക്യാമറയിലാണ് എടുക്കുന്നത്. നമുക്കത് ഫോണിനകത്തോട്ട് താത്തി വയ്ക്കാം. അതിനുശേഷം നമ്മുടെ ഫോണിനകത്ത് കണക്ട് ചെയ്യുന്ന സാധാ 3.5mm ജാക്ക്. ഗോൾഡ് പ്ലേറ്റിംഗ് ആണോ വരുന്നത്? അതെ, ഗോൾഡ് പ്ലേറ്റിംഗ്. പിന്നെ 6 മീറ്റർ നീളമുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അൺടൈ ചെയ്യുന്നില്ല. അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടും. തിരിച്ച് ഇവിടെ നമുക്ക് അഴിക്കാം. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞു. നമുക്ക് മൈക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ? എങ്ങനെ ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ വീഡിയോയ്ക്ക് തരാൻ വേണ്ടിയിട്ട് ഓഡിയോ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള വീഡിയോ. നമ്മുടെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെ ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ. മൈക്ക് വെച്ചിട്ടുള്ള വീഡിയോ ഇതിൻ്റെ പുറകിൽ തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കമ്പാരിസണിന് വേണ്ടിയിട്ട് കാണുന്നത് നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ അടുത്ത് സാമ്പിൾ ഇടാൻ വേണ്ടി. അപ്പോൾ ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന നമ്മുടെ മൈക്ക് വഴിയുള്ള ഓഡിയോ ആണ്. നമ്മുടെ മെയിൻ വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പാരിസണിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. മൈക്ക് വെച്ചിട്ടുള്ളതും മൈക്ക് ഇല്ലാതുള്ള ഓഡിയോയും ഡയറക്റ്റായിട്ട് ഫോണിൽ നിന്നുള്ള ഓഡിയോ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്. മൈക്ക് മേടിച്ച് എന്തിനാണ് നമുക്ക് ഓഡിയോ വ്യത്യാസം വല്ലതും വന്നിട്ടുണ്ടോ എന്നറിയണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും അൺബോക്സിങ് വീഡിയോ ഒക്കെ കണ്ടിട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ സൗണ്ട് ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടു കാണും. ഓഡിയോ ടെസ്റ്റ് നിങ്ങൾ കണ്ടില്ല.
അപ്പോൾ ഇനിയുള്ള വീഡിയോസ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് പരമാവധി നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും, നല്ല സൗണ്ട് ക്വാളിറ്റിയോട് കൂടി തന്നെ. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാം, നമ്മൾ തുടക്കക്കാരല്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാലും മതി, നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവരും പറയുന്നതാണ്, എല്ലാ യൂട്യൂബേഴ്സും സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയായിട്ടും. ബൈ.